നമസ്കാരം. തുലാം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന ചിത്തിര, ചോതി, വിശാഖം ഈ നക്ഷത്രക്കാർക്ക് 2025 മെയ് മാസം 18-ാം തീയതി രാഹു കേതു രാശി മാറുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുണദോഷ പരിഹാര ഫലങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രേക്ഷകരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോകളും ഹൈന്ദവ സംബന്ധമായ പല കാര്യങ്ങളും ഈ ചാനലിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടിയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ഞങ്ങൾ തന്നെ പ്രേക്ഷകർക്ക് വേണ്ടി എല്ലാ മാസവും ക്ഷേത്രത്തിൽ ത്രിമൂർത്തി ദേവി സർവകാര്യസിദ്ധി പൂജ നടത്തി വരികയാണ്. അപ്പോൾ ഈ പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തുന്നതിനായി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണോ അതും കൂടി ഒന്ന് രേഖപ്പെടുത്തുക. വിവാഹ സംബന്ധമായ പ്രശ്നമാണ്, വിദ്യാഭ്യാസപരമായ ബുദ്ധിമുട്ടാണ്, ബിസിനസ് സംബന്ധമായ പ്രശ്നമാണ്, ജോലി സംബന്ധമായ തടസ്സമാണ്, കുടുംബ പ്രശ്നമാണ്, എന്താണെന്ന് എഴുതുക. അതിനോടൊപ്പം നിങ്ങളുടെ പേരും നക്ഷത്രവും കൂടി എഴുതുക. തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൂജയിൽ നിങ്ങളുടെ പേരെന്താണ് ഉൾപ്പെടുത്തുന്നത്. കാരണം ഈ പൂജ നടക്കുന്നത് തന്നെ പ്രേക്ഷകർക്ക് വേണ്ടി മാത്രമാണ്. ഒരുപാട് വ്യക്തികൾ ഓരോ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുമ്പോഴേക്കും അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ആത്മാർത്ഥമായി പൂജാതി കാര്യങ്ങൾ ചെയ്യുന്നു. താല്പര്യമുള്ള പേരും നക്ഷത്രവും അയച്ചാൽ നിങ്ങളുടെ പേരും കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കൂടാതെ ഈ പറയുന്ന രാഹു കേതു രാശി മാറ്റത്തിൽ നിങ്ങൾക്ക് ഗുണപരമായ അനുഭവം വരുന്നില്ല, ദോഷഫലങ്ങൾ മാത്രമാണ് ലഭിക്കുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതകം ഒന്ന് പരിശോധിക്കുക. പരിശോധിച്ചതിന് ശേഷം അതിൻ്റെ പരിഹാരവും കൂടി ചെയ്താൽ നേട്ടങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. ജാതകഫലം അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ കൂടുതലും ദോഷപരമായ അനുഭവങ്ങളാണ് പറയുന്നത്. കാരണം രാഹു കേതു രാശി മാറുമ്പോൾ ഒരുപാട് ദോഷങ്ങളും അതുപോലെ ഗുണങ്ങളും വരികയാണ്. എന്നാൽ ഗുണഫലങ്ങൾ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. എന്നാൽ ദോഷങ്ങൾ വരുമ്പോഴേക്കും അത് ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക. മുൻകരുതലുകൾ എടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ജീവിതം സന്തോഷകരമായി പോകുവാൻ സാധിക്കുകയുള്ളൂ. ഗുണവും ദോഷവും വരുന്നുണ്ട്. കൂടുതലും വീഡിയോയിൽ ദോഷങ്ങളാണ് പറയുന്നത്, അത് മനസ്സിലാക്കുക. ഈ അനുഭവങ്ങളുടെ ആരംഭത്തിൽ തന്നെ പരിഹാരം ചെയ്തു പോകുന്നത് നല്ലതായിരിക്കും. ദോഷങ്ങൾ കുറയുകയും സന്തോഷകരമായൊരു ജീവിതം നമുക്ക് നയിക്കുവാനും സാധിക്കും. ജീവിതത്തിലുണ്ടാകുന്ന ദോഷപരമായ അനുഭവങ്ങൾ മാറുന്നതിന് ഏറ്റവും നല്ലത് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ്. ഈ ഒരു സമയത്ത് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് തടസ്സം വരികയാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്ത് കാര്യം ആഗ്രഹിക്കുന്നു അത് നമുക്ക് നേടാമെന്ന് കരുതുന്നു, അപ്പോഴതിന് തടസ്സം വരികയാണ്, നേടിയെടുക്കുവാൻ സാധിക്കുന്നില്ല. തടസ്സങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയാണ് ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സഹോദരങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നെഗറ്റീവായ അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, സന്തോഷിക്കുവാൻ കഴിയുന്നില്ല, ആരോഗ്യപരമായ രീതിയിൽ ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു, ധനപരമായ നഷ്ടങ്ങൾ സംഭവിക്കുന്നു. ഏത് മേഖലയിൽ കൈവച്ചാലും നഷ്ടങ്ങൾ മാത്രമേ ജീവിതത്തിൽ സംഭവിക്കുന്നുള്ളൂ. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ തന്നെ സ്വയം നിയന്ത്രിച്ച് ഓരോ കാര്യങ്ങളും പ്രാർത്ഥനയും പൂജയുമായി തന്നെ മുന്നോട്ട് പോകുക. ആത്മാർത്ഥമായി ഭഗവാനെ പ്രാർത്ഥിക്കുക, ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക. കാരണം ധനനഷ്ടം വരികയാണ്. നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണോ, ധനനഷ്ടം വരുന്നു. നിങ്ങൾ ഒരു പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണോ, ജോലി ഇല്ലാതെ ആകുന്നു. അവർ തരുന്ന ടാർഗറ്റ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നില്ല, നമുക്ക് കൂടുതൽ ധനം ലഭിക്കുന്നില്ല, വളരെയധികം ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കർമ്മരംഗത്താണെങ്കിലോ പൂർണ്ണമായ തടസ്സങ്ങൾ, ബിസിനസ്സിൽ പരാജയം സംഭവിക്കുന്നു, ജോലിയിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നു. നിത്യവും ജോലി ചെയ്യുന്ന സാധാരണക്കാരായ വ്യക്തികൾക്ക് ജോലി ഇല്ലാത്തൊരവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ ഇതെല്ലാ പ്രശ്നങ്ങളും ജീവിതത്തിൽ വരാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നത് കൊണ്ട് ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക, ഭഗവാന്റെ നാമം ജപിക്കുക, ഭഗവാനെ പൂജിക്കുക. ഭഗവാനെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നിങ്ങൾക്കുണ്ടാകുന്ന ദോഷങ്ങൾ കുറയുകയും ഗുണപരമായ അനുഭവങ്ങൾ കൂടുതൽ ലഭിക്കുവാനും സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. കൂടാതെ സന്താനങ്ങളെ കൊണ്ടുള്ള ദുഃഖം അനുഭവിക്കേണ്ടി വരും. ചില ദമ്പതികൾക്ക് സന്താനമില്ലാതെ വിഷമിക്കുന്നു എന്നുണ്ടെങ്കിൽ വീണ്ടും ആ ദുഃഖം തുടരുക തന്നെ ചെയ്യും. പോസിറ്റീവായിട്ടൊരു അനുഭവം പറയുവാൻ സാധിക്കുന്നില്ല. സന്താനങ്ങളുടെ സ്വഭാവം മോശപരമായ അനുഭവത്തിലോട്ട് പോകാനാണ് സാധ്യത. അതുകൊണ്ടുള്ള നമുക്ക് അതിൻ്റേതായ ടെൻഷനും മാനസിക വിഷമങ്ങളും വന്നു ചേർന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ
ആ കാര്യമെല്ലാം വളരെ ശ്രദ്ധാപൂർവം കുഞ്ഞുങ്ങളുടെ കാര്യം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ചിലപ്പോൾ വിദ്യാഭ്യാസപരമായി പിന്നോട്ട് പോകുന്നൊരവസ്ഥ, അതിലെ തടസ്സങ്ങളായിരിക്കും കൂടുതലും ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള പല തരത്തിലുള്ള ദോഷങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പൂർവികരുടെ ദോഷങ്ങൾ ബാധിക്കുവാൻ സാധ്യതയുണ്ട്. അതായത് നിങ്ങൾക്ക് നേട്ടങ്ങളുണ്ടാകാത്ത തടസ്സങ്ങൾ, കൂടുതലും പലരും പറയുന്നത് പിതൃദോഷം പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പിതൃശാപങ്ങൾ ഉണ്ടാകാൻ. അപ്പോൾ അങ്ങനെ വരാതിരിക്കുവാൻ ശ്രമിക്കുക. അതിപ്പോൾ മരിച്ച വ്യക്തികളിൽ നിന്നും അല്ല ദോഷങ്ങളും ശാപങ്ങളും ഉണ്ടാകുന്നത്. നമ്മളുടെ ആ ഒരു പ്രവൃത്തി ദോഷം കൊണ്ട് നമ്മുടെ അച്ഛനും അമ്മയും അമ്മാവനും ഒക്കെ പറയുന്നത് തന്നെയാണ്, അവൻ ഇത്രയും മോശമായി പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ആ കുട്ടി അത്രയും മോശമായി പ്രവർത്തിക്കുന്നു, അവർ രക്ഷപ്പെടില്ല എന്നൊക്കെ പറയുന്നത്. അങ്ങനത്തെ രീതിയിലുള്ള ശാപവാക്കുകളോ ദോഷങ്ങളോ മുതിർന്നവരിൽ നിന്നും കിട്ടുവാൻ സാധ്യത ഉണ്ട്. സംസാരവും പ്രവൃത്തിയും നിയന്ത്രിക്കുക. അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം ഒരു വ്യക്തി, മുതിർന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ഗുരുനാഥൻ, അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ അനുഭവ സമ്പത്തുള്ള വ്യക്തികൾ ഒരു വിഷയത്തെക്കുറിച്ച് വ്യക്തമായി നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും, നിങ്ങളുടെ സ്വഭാവം നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനും, നിങ്ങൾക്കൊരു ജോലി ലഭിക്കുവാനും, നിങ്ങൾക്കൊരു സാമ്പത്തിക നേട്ടമുണ്ടാകാനും എല്ലാമാണ്. അപ്പോൾ അത് അനുസരിക്കാതെ പോകുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ദോഷം സംഭവിക്കുന്നത്. കൃത്യമായ രീതിയിൽ മുതിർന്നവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്ത് മുന്നോട്ട് പോയാൽ നേട്ടങ്ങൾ ഉണ്ടാകുക തന്നെ ചെയ്യും. നിങ്ങളുടെ സ്വഭാവം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലാകുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ കഴിയുന്നതും ദേഷ്യവും മറ്റു കാര്യങ്ങളും സംസാരവും അടക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക. ഇല്ലാത്ത പക്ഷം മറ്റുള്ളവരുടെ ശത്രുതയ്ക്ക് നിങ്ങൾ പാത്രമായി മാറും. ശത്രുത എന്ന് പറയുമ്പോഴേക്കും കാണുമ്പോൾ ചിരിക്കുന്നു, നല്ല രീതിയിൽ സംസാരിക്കുന്നു, എന്നാൽ മാറി നിന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് കുറ്റങ്ങൾ പറയുന്ന വ്യക്തികളായിരിക്കും കൂടുതലും നിങ്ങൾക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ദോഷാനുഭവങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഇതെല്ലാം മറികടക്കുവാൻ വേണ്ടി ലളിതാ സഹസ്രനാമം നിത്യവും ജപിക്കുന്നതാണ് ഏറെ ഉത്തമം. അതായത് 1 രൂപ പോലും ചിലവില്ലാതെ നിങ്ങളുടെ ദോഷങ്ങൾക്ക് പരിഹാരം നിങ്ങൾക്ക് തന്നെ കാണുവാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ ദേവിയെ പ്രാർത്ഥിക്കുക, ദേവിയുടെ നാമം ജപിക്കുക. കൂടുതലും ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും, ദേവിയുടെ നാമം ജപിക്കുന്നത് നല്ലതായിരിക്കും. സർപ്പദൈവങ്ങളെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും സർപ്പദൈവങ്ങൾക്ക് നൂറും പാലും, പാൽപ്പായസ വഴിപാട്, അഭിഷേകം ഇതെല്ലാം നടത്തി മുന്നോട്ട് പോയാൽ തടസ്സങ്ങൾ മാറുകയും നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യും. ഇങ്ങനെയുള്ള തടസ്സങ്ങൾ മാറി ജീവിതത്തിൽ നല്ലൊരു അനുഭവം ഉണ്ടാകുന്നതിന് വേണ്ടി നിങ്ങളുടെ ജാതകം കൂടി പരിശോധിക്കുക. ജാതകത്തിൽ ദോഷമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ദോഷങ്ങളെല്ലാം അനുഭവിക്കേണ്ടി വരും. എന്നാൽ ജാതകത്തിൽ ദോഷങ്ങളൊന്നുമില്ല, നല്ല രീതിയിലാണ്, രാഹു കേതുക്കളൊക്കെ ഉച്ചത്തിലാണ് നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ജാതകഫലം അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക.